ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. എല്ലാ ദിവസവും വരുമ്പോൾ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ കുറേശ്ശെ എഡിറ്റ് ചെയ്ത് ഇപ്പോഴാട്ടോ കഴിഞ്ഞേ. രാവിലെ എനിക്ക് അച്ഛൻ തലേദിവസം കുടപ്പം പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുടപ്പം തോരൻ കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പം നമ്മുടെ പറമ്പിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അച്ഛനെയും കൂടി തലേ ദിവസം ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു, പയറും കൂട്ടിയിട്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് സവാളയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് വലിയ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവിന് കറിയാവും, പിന്നെ എനിക്ക് ചോറിനും കൊണ്ടുപോവാം. പൊന്നുകുട്ടിക്കും വാഗുട്ടും സ്കൂളിൽ പോകണം കേട്ടോ. മനസ്സോടെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ട് രണ്ടുപേർക്കും ബ്രഷൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പല്ല് വയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ ഓടിപ്പോന്ന് പാത്രം കഴുകാൻ വേണ്ടി പാത്രമൊക്കെ കഴുകിയെടുത്തു. അതിനിടയ്ക്ക് ചിക്കൻ ഇടയ്ക്കൊക്കെ പോയി ഇളക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് 9:30 ആകുമ്പോഴത്തേക്കും പോകണം. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് മുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ, വൈകിട്ട് വരുമ്പോഴത്തേക്ക് അലക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൊന്നുകുട്ടീനെ വാഗുട്ടനെ വേഗം കൊണ്ടുപോയി കുളിപ്പിച്ചു. അവർ റെഡി ആയിട്ടിരുന്ന എനിക്ക് പകുതി സമാധാനം കേട്ടോ. പിന്നെ വേഗം ഓരോന്ന് ചെയ്തു. സത്യം പറഞ്ഞാൽ അച്ഛൻ ഓട്ടം പോണ ദിവസങ്ങളിൽ എനിക്ക് ആകെ വെപ്രാളാട്ടോ. എനിക്കും കറക്റ്റ് സമയത്തിന് എത്തണം, ഇവരെയും കഴിപ്പിക്കണം, റെഡിയാക്കിയിട്ടൊക്കെ വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. കാര്യം നടന്നു പോകാമെന്ന് ദൂരം ഉള്ളൂങ്കിലും ചില നേരത്ത് വൈകിയായിരിക്കും കേട്ടോ ഞാൻ എത്തണ്ടാവുക. പഞ്ച് ചെയ്യണത് ഏകദേശം 9:30 ആകുമ്പോഴത്തേക്കും ഞാൻ 9:30 കഴിയുണ്ടാവും കേട്ടോ എത്തുമ്പോഴത്തേക്കും. അങ്ങനെ പൊന്നുകുട്ടീനെ റെഡിയാക്കി. പിന്നെ അവർക്ക് വേഗം തന്നെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. പൊന്നുകുട്ടി തന്നെ ഇരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒച്ചെടുത്തോണ്ടിരിക്കണം കേട്ടോ, വേഗം കഴിക്കുന്നു. വാഗുട്ടന് പിന്നെ ഞാൻ വാരി കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാനും വേഗം തന്നെ കുളിച്ച് റെഡിയായി പോവാറായിട്ടോ. അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ തന്നെ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസിലെത്തി ദീർഘശ്വാസം വിടുമ്പോൾ കേട്ടോ പൊന്നുകുട്ടീനെ വാഗുട്ടനെ ഓർക്കണത്. രാവിലത്തെ തിരക്കിൻ്റെ ഇടയ്ക്ക് അവർ പറയണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. എങ്ങനെയെങ്കിലും കറക്റ്റ് സമയത്ത് ഓഫീസിൽ എത്തുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ. അങ്ങനെ ലഞ്ച് ടൈം ആയിട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ കുടപ്പനും പയറും പിന്നെ ചിക്കൻ കറിയും പിന്നെ എല്ലാവരുടെയും കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ വൈകിട്ട് ആയപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്സിന് സമയമായി. ബ്രെഡ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ 6 മണിയായപ്പോൾ ഞാൻ തിരിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിടെ ഇങ്ങനെ നടന്നു. അപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബൈക്കിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണേ. എനിക്ക് വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താണാവോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അത് എനിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇവരെ 3 പേരെയും കാണാനുള്ള ധൃതിയിലാണ്. വാഗുട്ടനെ ഓടി വന്ന് ചോദിക്കണത് എന്തുട്ടാ കൊണ്ടുവന്നേന്ന് കേട്ടോ. എല്ലാ ദിവസവും വരുമ്പോൾ വാഗുട്ടൻ ചോദിക്കും എന്തുട്ടാ അമ്മച്ചി കൊണ്ടുവന്നേന്നുള്ളത്. അങ്ങനെ സ്കൂളിൽ പോയിട്ടുള്ള പരിഭവവും പരാതിയൊക്കെ ആട്ടോ പറയണത്. പൊന്നുകുട്ടിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുരിദാർ മെറ്റീരിയൽ. അത് ഓപ്പൺ ചെയ്ത് നോക്കാഞ്ഞിട്ട് എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ യൂണിഫോം മാറുന്നേക്കാളും മുന്നേ വേഗം തന്നെ അത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പോയി മിറ്റമൊക്കെ അടിച്ചു ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ നാമൊക്കെ ചെല്ലി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.